നമുക്കിപ്പം ഒരു പഴയൊരു വീട് കാണാൻ പറ്റുന്നില്ലേ, ഒരു മേൽക്കൂരയൊക്കെ ആയിട്ട്. ഇത് BC 2800 വർഷങ്ങൾ, അതായത് ഏകദേശം 4500-5000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ താമസിച്ചിരുന്ന വീടിൻ്റെ റീക്രിയേഷനാണ് ആ മുകളിലോട്ടുള്ളത്. അത് മഡും നമ്മുടെ പുല്ലുമൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഈ അടിസ്ഥാനം കാണുന്നില്ല, കല്ല് വെച്ചിട്ട്, അത് ഒറിജിനൽ അടിസ്ഥാനം. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ കെട്ടിയിരുന്ന സെയിം അടിസ്ഥാനമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒരു കാലത്ത് മണ്ണിനടിയിൽ പോയായിരുന്നു. 1960 ശേഷം ഇത് കണ്ടുപിടിച്ച് 67 ശേഷമുള്ള ഉത്ഖനനത്തിലാണ് ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത്. ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നില്ലേ, അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അപ്പം ഇന്നും ഇവിടുത്തെ ജനങ്ങൾ ഇപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് വീടാണ്, ഈ ഒരു റൗണ്ട് ഷേപ്പിലെ ബേസ് വെച്ചിട്ടുള്ള വീടാണ് ഇന്നും അവർ ഫോളോ ചെയ്യുന്നത്. നമുക്കത് അടുത്ത് പോയി ഒന്നുകൂടെ ഒന്ന് കാണാം. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ റൗണ്ട് ബേസ് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? കണ്ടില്ലേ? ആ വീടിന് പുറകിലോട്ടൊരു ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഒരു റൂമും. അങ്ങനെയാണ് അവരുടെ വീടുകളുണ്ടായിരുന്നത് അന്ന്. അടിസ്ഥാനം ഒരു കല്ല് വെച്ചിട്ടാണ്. ഹാരപ്പായെ അപേക്ഷിച്ച് ഇവർ കൂടുതലും ചുടുകട്ടയെക്കാട്ടിലും കല്ലുകളാണ്, പാറക്കല്ലുകളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ആയിരുന്നു വീടുകളുടെ അകത്തളങ്ങൾ. ആ പുറകിലത്തെ ഭാഗം കുറച്ച് താഴ്ചയുള്ള ഭാഗങ്ങളായിരുന്നു. ജനാലകൾ കിട്ടിയ മോഡൽ വെച്ചിട്ട് തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. താഴ്ഭാഗത്തെ ബേസ് മാത്രം ഒറിജിനൽ നിർത്തിക്കൊണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ കല്ലുകൾ അടുക്കി വെച്ചേക്കുന്നത്, ഇതൊരു റിസർവോയറാണ്. തൊട്ടപ്പുറത്ത് ഒരു ചെക്ക് ഡാമുണ്ട്, അങ്ങേ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് മൻഹാർ, മാൻസ എന്ന് പറഞ്ഞിട്ട് 2 റിവറുണ്ട്, റിവർ ട്രിബ്യൂട്ടറീസാണ്. അപ്പോൾ അതിൻ്റെ ജലം ഇവിടെ തടഞ്ഞു നിർത്തി ജലസേചനത്തിനായിട്ടും കൃഷിക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സദേൺ റിസർവോയർ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. തെക്ക് ഭാഗത്ത്, അതായത് സിറ്റിയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് റിസർവോയർ കെട്ടി പടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ആവശ്യമുള്ള ജലസേചനത്തിന് ജലം ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇവിടെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നേരത്തെ സദേൺ റിസർവോയറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇത്. അതിൻ്റെ ഫസ്റ്റ് സദേൺ റിസർവോയർ തന്നെ ഒരു 3 റിസർവോയേഴ്സായിട്ട് അവർ
3 5 സോറി, അത് 5 എണ്ണമായിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ റിസർവോയറാണിത്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം അരിച്ച് ഫിൽട്ടർ ചെയ്ത് അടുത്ത റിസർവോയറിലോട്ട് പോകുന്ന രീതിയിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. കാണിച്ചു തരാം. ഇതെല്ലാം സിറ്റിയുടെ, ഇത് കാണുന്ന സിറ്റിയാണ്. സിറ്റിയുടെ തെക്ക് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, അവിടെ നേരെ ഒരു ഹോള് കണ്ടില്ലേ, ഡ്രെയിന് എങ്ങനെയാണ് ആ ഹോള്. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മോഹൻജിദാരോയിലെ ഗ്രേറ്റ് ബാത്തിനെക്കാട്ടിൽ 3 മടങ്ങ് വലുതാണിത്. അരിച്ച് വരുന്ന വെള്ളം വരുന്നത് ഇങ്ങോട്ടാണ്, 3ാമത്തെ റിസർവോയറിലോട്ടാണ്. ഇത് ഇവിടുന്ന് ഡയറക്റ്റ് സിറ്റിയിൽ നിന്ന് കണക്ഷനുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു മരം നിൽക്കുന്നില്ലേ, അതിൻ്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങോട്ട് കണക്ഷനുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത റിസർവോയറിലോട്ട് ഇത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, സിറ്റിയിൽ നിന്ന് തെക്ക് സൈഡിലോട്ട് ഡയറക്റ്റ് വരാനുള്ള പാസേജാണ് ഈ റിസർവോയറിലേക്ക്. ഇത് ഫുള്ള് റോക്ക് കാർവ് ചെയ്താണ് എടുത്തേക്കുന്നത്. താഴ്ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ബാക്കി ഭാഗം അവർ കല്ലുകൊണ്ട് റീകൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്ത് തന്നെ മരുഭൂമിയുണ്ട്. അത് കാരണം തന്നെ വെള്ളത്തിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി ആയിരിക്കണം ഇവർ ഈ റിസർവോയേഴ്സ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തു വച്ചിരിക്കുന്നത്. ആ 3ാമത്തെ റിസർവോയർ കഴിഞ്ഞ് വരുന്ന ബാക്കി വെള്ളം ഇവിടെ ശേഖരിക്കപ്പെടുന്നത് 4ാമത്തതും 5ാമത്തതുമായിട്ടുള്ള റിസർവോയേഴ്സാണ്. ആ ഹോള് കണ്ടില്ലേ, ആ ഹോള് വഴി വെള്ളം ഇവിടെ വന്ന് നിൽക്കും. കന്നുകാലികൾക്കും അവരുടെ കുളിപ്പിക്കാനും അവരുടെ ഭക്ഷണത്തിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഈ വെള്ളത്തിൽ നിന്നാണ് അവർ എടുക്കുക. കാരണം അതിന് സ്ലോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ, കണ്ടില്ലേ. കന്നുകാലി കൂട്ടുന്ന വണ്ടികളായാലും അങ്ങനെയുള്ളതെല്ലാം കൊണ്ടുവരാനും അവർ എളുപ്പത്തിൽ മുകളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഒരു സ്ലോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കണക്ഷനുണ്ട്, അണ്ടർ വാട്ടർ കണക്ഷനുണ്ട് അടുത്ത റിസർവോയറിലോട്ട്. അവിടെ മുകളിൽ വേറൊരു സ്ട്രക്ചർ, ഒരു സ്ക്വയർ ഷേപ്ഡ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനം കാണാം. ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള സ്റ്റോണാണ് താഴെ കാണുന്നത്. അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കട്ട കെട്ടി വെച്ചിരിക്കുകയാണ് വെള്ളം റിസർവ് ചെയ്യാനായിട്ട്. ഇവിടുന്ന് പിന്നെ ബാക്കി കണക്ഷൻ അങ്ങോട്ട് റിവറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്, ട്രിബ്യൂട്ടറി. ഇത് 5ാമത്തെ റിസർവോയർ. ഇത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളവും. ഇത് 5ാമത്തെ റിസർവോയറാണിത്. ഇതിൽ നിന്ന് ബാലൻസ് വരുന്ന വെള്ളം ഇതുവഴി ഡ്രെയിനേജായിട്ട് ഇതോ ഇങ്ങനെ നേരെ പോകുന്നുണ്ട്, കണ്ടോ. ഇത് സെയിം നമ്മുടെ മോഹൻജിദാരോ ഹാരപ്പയിലൊക്കെ കണ്ടിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം തന്നെയാണ്. ഇത് നഗരത്തിൻ്റെ ചുറ്റുമായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതൊരു ഉയർന്ന പ്രദേശം തന്നെയാണ്. ഇതും കഴിഞ്ഞ് പിന്നെ താഴോട്ട് പോകുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള സെമിത്തേരി ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ കുന്നിൻ്റെ താഴ്ഭാഗത്തോട്ടായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾക്കാരെ അടക്കം ചെയ്തിരുന്നതും എല്ലാം ആ ഭാഗത്താണ്. ഇത് 3 തട്ടുകളായിട്ടാണ് ഇത് നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. तो एनिमल से बोन मिलते हैं फॉसिल बने हुए। स्मॉल बिग कॉपर धातु के जो वेपन है इसका सिर्फ हंटिंग फिशिंग के लिए यूज किया है। नॉन वेजिटेरियन मीट के वेजिटेरियन भारतीय काम के खाते चलाने में बहुत कम मात्रा में लगातार पानी ज्यादा चाहिए। अगर काम में गाड़ी में पानी दिया में रखी करिए वहां से वाटर सिस्टम ഇത് ധാന്യപ്പുരയാണ്.
ഇവിടെ സിറ്റാഡൽ എന്ന് പറയുന്ന സിറ്റിയുടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് താമസിച്ചിരുന്നവർ യൂസ് ചെയ്തിരുന്നതാണെന്നാണ് കരുതപ്പെടുന്നത് ഈ 4 സ്ക്വയർ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. അവിടെ നിന്ന് ആനിമൽസിൻ്റെ എല്ലുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധാന്യങ്ങളുടെ, അതായത് ഗോതമ്പിൻ്റെ ഉൾപ്പെടെ ഉള്ള ധാന്യങ്ങളുടെ ഫോസിലും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫിഷിൻ്റെത് കിട്ടിയിട്ടുണ്ട്, മത്സ്യത്തിൻ്റെ. അത് നോൺ വെജിറ്റേറിയൻസും വെജിറ്റേറിയൻസും ഇവിടെ നിന്ന് ഉണ്ടെന്ന് അനുമാനിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത് മാത്രമാണ് ഇത് ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ധാന്യപ്പുരയിലോട്ട് വെള്ളം എത്തിക്കാൻ ചാനൽ വരെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന്. കാരണം തൊട്ട് തെക്കേ ഭാഗത്ത് റിസർവോയേഴ്സ് ഉണ്ട്. പിന്നെ അകത്തുനിന്ന് ഇറങ്ങി വരാനായിട്ടുള്ള പാത്ത് വേസും ഉണ്ട്. ഇതിന് പല തട്ടായിട്ടാണല്ലോ ഈ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ജോലിക്കാർ ഒക്കെ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സിൻ്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന അടിസ്ഥാനങ്ങളാണ് ഈ കാണുന്നത്. ഇത്രയും നമുക്ക് സിറ്റാഡൽ, അതായത് നഗരത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടേക്ക് പോവാം. സെൻട്രൽ ഡിപ്രഷൻ എന്തിനാണ്? അതായത് ഈ മാലകളും അങ്ങനെയുള്ളതൊക്കെ കോർക്കുന്നത് അല്ലേ, ഓരോ മുത്തുകൾ, മണികൾ ഒക്കെ പോളിഷ് ചെയ്യാനുള്ള ആൾക്കാർ ഈ ഭാഗങ്ങളിൽ ആയിരുന്നു പണിയെടുത്തിരുന്നത്. അവിടെ നിന്ന് ഒരുപാട് അത് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പടിഞ്ഞാറൻ ഭാഗമാണ്. കിഴക്കൻ ഭാഗമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സിറ്റാഡൽ എന്ന് പറയുന്ന ഭാഗമായിട്ട് ഇതിന് ഒരു കണക്ഷൻ അല്ലേ, അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ഉണ്ട്. അത് വന്നിട്ട് അതിൻ്റെ നോർത്തേൺ സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. അതാണ് ഈ കാണുന്നത്. അതിന് ബെയിലി എന്ന് പറയും ഈ കണക്ഷന്. വെസ്റ്റേൺ സൈഡിലല്ലേ ബെയിലി, ഡിവിഷൻ ഓഫ് സിറ്റാഡലിനെയാണ് ബെയിലി എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഡിവിഷൻ കാസിൽ എന്ന് പറയും. ഓക്കെ. ഈ ബെയിലിയുടെ നോർത്തേൺ ആമിൽ ഒരു ബീഡ് വർക്ക് ഷോപ്പിന്റെ പ്രസൻസ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് 2 റൂംസിലായിട്ട് ബീഡ് പോളിഷേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഒരു റൂമിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബീഡ് പോളിഷർ, അതായത് ബീഡ് പോളിഷർ ഇൻ ദ സെൻസ് അതിനകത്ത് കുറേ ഗ്രൂവ്സ് ഉള്ളത്, സെൻട്രൽ ഡിപ്രഷൻ ഉള്ള ഒരു ബീഡ് പോളിഷറിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ബീഡ് പോളിഷറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ സ്റ്റോണിൽ ഇങ്ങനെ ഹാർഡായിട്ട് ബീഡ്സ് റബ്ബ് ചെയ്യുമ്പോൾ അത് കൂളാക്കാനാണ് സെൻട്രൽ ഡിപ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വാട്ടർ അത് കൂളാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ബീഡ് പോളിഷിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിയുടെ കാര്യം. ഇതുണ്ടല്ലോ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുകളാണ് ഇതെല്ലാം റൗണ്ടാക്കി.
ഇത് വടക്കേ ഗേറ്റാണ്, ഇതുണ്ടല്ലേ നോർത്തേൺ ഗേറ്റ്. ബെയിലിയുടെ നോർത്തേൺ ഗേറ്റായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇവിടെ സെറമോണിയൽ ഗ്രൗണ്ടായിട്ടാണ്, അതായത് ചടങ്ങുകളും ഒരുപാട് വിവാഹം പോലത്തെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഓരോരോ ചടങ്ങുകൾ മതപരമായിട്ടുള്ളതും നമ്മുടെ നാട്ടിലെ ഒരു കോമൺ ഒത്തുകൂടലിൻ്റെ ഏരിയ കൂടെ ആയിട്ടാണ് ഈ വടക്കേ സൈഡ് കാണുന്നത്. അവിടെയും മുകളിൽ കുറച്ച് സ്ട്രക്ചേഴ്സിൻ്റെ ബേസ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റേഡിയം ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഒരു മൾട്ടിപർപ്പസ് ഗ്രൗണ്ട് പോലെ രണ്ട് സ്റ്റേഡിയങ്ങൾ പോലത്തെ ഒരു ഏരിയ ഇവിടെ കാണുന്നുണ്ട്, ചേർന്ന് തന്നെ. ഒരെണ്ണം ഒരു വലിയ ഒരു ഗ്രൗണ്ട് ആയിട്ടും ഒരെണ്ണം താരതമ്യേന ചെറുതായിട്ടുള്ള എണ്ണം. ഡോളാവിരയുടെ ഒരു അർബൻ പ്ലാനിങ്ങിൽ ഇത് വളരെ ഒരു വലിയൊരു റോളാണ് ഈ ഒരു സെറിമോണിയൽ ഗ്രൗണ്ടിനുള്ളത്. നല്ലൊരു നാഗരികതയ്ക്ക് വേണ്ട എല്ലാ ഒത്തുചേരലിൻ്റെ ആയാലും അവരുടെ കലകളെ ആയാലും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്ന ഒരു നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ എല്ലാവർക്കും കാണികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം, അല്ലെങ്കിൽ ഒത്തുചേരലിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള സ്ട്രക്ചേഴ്സ്, അതായത് ഭക്ഷണ പുരകളുണ്ടാവാം അതുമായിട്ട് ചേർന്നിട്ടുള്ളത്, ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളുണ്ടാവാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഗ്രൗണ്ടുമായിട്ടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ബേസ്മെൻറ്റ്സും ഒക്കെ കാണാൻ കഴിയും. ആ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം നമുക്കിതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ. അതുമായിട്ടനുബന്ധിച്ച് സ്ട്രക്ചേഴ്സായിട്ടാണ് ഇത് കണക്ക് കൂട്ടുന്നത്. ഇവിടെയും റിസർവോയറിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ 16 റിസർവോയേഴ്സ് മൊത്തത്തിലുണ്ട് ഈ നഗരത്തിന് ചുറ്റുമായിട്ട്. അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ട്, കാരണം ഇതിൻ്റെ താഴ്ഭാഗത്തൂടെയൊക്കെ കണക്ഷൻസ് കാണുന്നുണ്ട്. പിന്നെ മെയിൻ ഗ്രൗണ്ടുമായിട്ട് ഇവിടെ കണക്ഷൻസ് ഉണ്ട്. ഇവിടെ ആണ് നമ്മുടെ ഇത് നമ്മുടെ സിറ്റി, മുകളിൽ കാണുന്ന സിറ്റിയാണ്. സിറ്റി കഴിഞ്ഞ് ഈ താഴ്ഭാഗത്താണ് ക്രിമേഷനൊക്കെ നടത്തിയിരുന്നത്. സെമിത്തേരി എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഒരു അസ്ഥി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഏത് മൃഗങ്ങളുടെ തന്നെ ആയിരിക്കും. അതിനൊരു ഹിസ്റ്റോറിക് വാല്യൂ ഒന്നും ഇല്ല. പക്ഷേ അത് ഒരു കറക്റ്റായിട്ട് ഞങ്ങൾ ഇവിടെ സെമിത്തേരി കാണാനായിട്ട് വന്നപ്പം ഞങ്ങൾ കണ്ടത് അസ്ഥിയാണ്. ഇവിടുന്ന് അസ്ഥികളൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്, ആനിമൽസിൻ്റെയും മനുഷ്യരുടെയൊക്കെ. അപ്പം നഗരത്തിൽ നിന്ന് എത്ര ദൂരെ മാറിയായിരുന്നു ഇതൊന്നും ആലോചിക്കണം. നഗരം അങ്ങ് മുകളിൽ കിടക്കാണ്, കണ്ടില്ലേ. അതിനും ചുറ്റും വാൾസ് ഉണ്ട്, കണ്ടില്ലേ. ഒരു കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിട്ടയോട് കൂടിയ ഭരണ സംവിധാനം ഇതിനകത്ത് എവിടെയോ ആരുടെയോ കീഴിൽ, മേ ബി ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കീഴിൽ നിലനിന്നിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇവിടുന്ന് 1.75 മില്യൺ ഏജ് ഉള്ള ഫോസിൽസ് നമുക്കിവിടുന്ന് കണ്ടെടുക്കാൻ
സാധിച്ചിട്ടുണ്ട്. 176 മില്യൺ 176 മില്യൺ ഇയേഴ്സ്. ഇത് ഒരു നാച്ചുറലായിട്ട് ഉണ്ടായൊരു കല്ലായിരിക്കാം, പക്ഷേ ഇതിന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ ഫർദർ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന് ചിലപ്പോൾ ഇവിടുത്തെ ഓരോ മൺതരികളും അവർ പഠിക്കുന്നുണ്ടാവും, ഓരോ പീസസും പഠിക്കുന്നുണ്ടാവാം അല്ലേ, നാച്ചുറലായിട്ട് വന്നതാവാം. എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഭാവിയിലുള്ള എക്സ്കവേഷൻസിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കാം അവർക്കും. പല ഭാഗങ്ങൾ ഇതിൻ്റെ നമുക്കിവിടെ ഒന്നും ഇടാനില്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം മണ്ണ് മൂടി കിടന്നുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളുടെ ഒരു പിന്തുടർച്ച ഇതിന് അവകാശപ്പെടാൻ പറ്റും. വേറെ ആരും ഇവിടെ വരാനോ ഇത് നശിപ്പിക്കാനോ ഇതിന് പ്രത്യേകിച്ച് മൂല്യം കണ്ടെത്താനോ ഒന്നും കഴിയാത്ത പക്ഷം ഇതിങ്ങനെ തന്നെ ഇവിടെ ഇരുന്നു. ഒരു കറക്റ്റ് ആളിനെ കൊണ്ട് തന്നെ ഇത് ഒരു നാട്ടുകാരൻ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചതും. അത് 1967 കൂടി ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് വളരെ മനോഹരമായിട്ടിത് കൈകാര്യം ചെയ്യുന്ന രീതിയിലോട്ട് വന്നു. എക്സ്കവേഷൻസ് തുടർന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2001 ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. പല സ്ട്രക്ചേഴ്സും ഹാരപ്പ മോഹൻജിദാരോ പോലും അതിനെക്കാട്ടിലും ഉയർന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ റിസർവോയറിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇന്ത്യയിൽ ഉള്ളതിൽ വെച്ച് ഹാരപ്പ മോഹൻജിദാരോ പിന്നെ വേറെ ഒരു സൈറ്റും കൂടെ ഉണ്ട്. ആ സൈറ്റ് ഉൾപ്പെടെ എല്ലാം വലിയ സൈറ്റുകളെല്ലാം പാകിസ്ഥാനിലാണുള്ളത്. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. ഇന്ത്യയിലുള്ള സൈറ്റുകളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ സൈറ്റാണെന്ന് വേണം പറയാൻ ഈ ധോളാവീര. നേരെ അവിടെ ഒരു മല കാണാൻ പറ്റും. അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്ന ഒരു ഏരിയയാണ്. ആ ഭാഗത്തൂടെ ഇവിടെ ഉണ്ടായിരുന്ന നദിയുടെ ട്രിബ്യൂട്ടറീസ് കാരണം തന്നെ ആയിരിക്കണം ഇവിടെ ഒരു സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ വന്നതും. സിറ്റാഡലിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ താഴത്തിൽ നിന്ന് അപേക്ഷിച്ച് അനവധി സ്ട്രക്ചേഴ്സിൻ്റെ ബേസ് നമുക്ക് കാണാൻ പറ്റും. മേ ബി ഇതായിരിക്കാം ആ ബീഡ് പോളിഷിങ്ങിന് ഉപയോഗിക്കുന്നത് അല്ലേ. ഇത് ആ കല്ല് കണ്ടോ റൗണ്ടാക്കി വെച്ചേക്കുന്ന, ഇതെല്ലാം ബീഡ് വർക്ക്ഷോപ്പിൻ്റെ ഏരിയാസ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ 2 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്. അതായിരിക്കാം സെൻട്രൽ ഡിപ്രഷനുള്ള അല്ലേ, ഒരു മോഡലായിട്ടല്ലേ. ഇതിവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഏരിയയാണ് ഈ സിറ്റിയുടെ ഇന്ന് കാണുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഏരിയ. ഇവിടെ ഒരു മെയിൻ സ്ട്രക്ചർ നിലനിന്നിട്ടുണ്ടാവണം. ഇവിടെ ഫുൾ മരങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ആ ഭാഗത്താണ് നമ്മൾ സെറമോണിയൽ ഗ്രൗണ്ട് എന്ന് കണ്ടത്. ആ ഭാഗത്താണ്. അവിടെ ശ്മശാനമാണ് അങ്ങേയറ്റത്ത്. ഇവിടെ ധാന്യപുരകൾ, ഇപ്പുറത്തെ തെക്കേ വശത്ത് റിസർവോയേഴ്സ്. പിന്നെ ഇനിയും റിസർവോയേഴ്സിൻ്റെ ഭാഗങ്ങളായിട്ട് കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് എടുക്കാൻ സാധിച്ചിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കി.
എക്സ്കവേഷൻസ് ഒക്കെ. It's connected by a pagode drain which carried water from the ground. Both the tanks are steps to pitch them. ഹാരപ്പൻ സിവിലൈസേഷനിൽ വെച്ച് എക്സ്കവേറ്റ് ചെയ്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കിണർ അല്ലേ? അത് ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ല, North south direction ഒരു 4.25 മീറ്ററും മറ്റേ ഈസ്റ്റ് വെസ്റ്റ് സൈഡിലൊരു 4 മീറ്റർ വരയ്ക്കും അതിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ. ഏറ്റവും ആഴത്തിലുള്ള കിണറാണ് ഇതുവരെ എക്സ്കവേറ്റ് ചെയ്തതിൽ വെച്ച് ഉള്ളതിൽ. അതിൻ്റെ ടാങ്കുകളാണ് ഇത് 2 എണ്ണം. ഈ ടാങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. തണുത്ത വെള്ളം കുറച്ചും കൂടെ നന്നായിട്ട് തണുപ്പിച്ച് എടുക്കാനായിട്ട് അത് നടുക്ക് ലൈം സ്റ്റോൺ വെച്ചിട്ട്, ചുണ്ണാമ്പ് കല്ല് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് നടുഭാഗത്ത്. വെള്ളം തണുപ്പിച്ചെടുക്കാൻ ചുണ്ണാമ്പ് കല്ല് അടിയിൽ നിരത്തിയിരിക്കുക. ഈ ഭാഗം നോർമൽ ആയിട്ടുള്ള ടാങ്കാണ്. സിറ്റിയുടെ മെയിൻ ഭാഗമായിട്ടുള്ള സിറ്റാഡൽ ആണ് ഈ കാണുന്ന ഒരു വാസ്റ്റ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഈസ്റ്റ് വെസ്റ്റേൺ സൈഡിലോട്ട്. പിന്നെ സെൻട്രൽ ഭാഗത്ത് വാട്ടർ കണക്ടിവിറ്റിയും കാണുന്നുണ്ട്, വെല്ലുൾപ്പെടെ ഉള്ളത്. ഇത് കണ്ടില്ലേ ആ റൗണ്ട് സ്ട്രക്ചർ? ആ സ്ട്രക്ചർ ഒരു വീടിൻ്റെ സ്ട്രക്ചറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതെ, അവിടെ ഇട്ട് നോക്കൂ, ഒരു സ്റ്റേഡിയത്തിൽ ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലാൻഡിങ് പൊസിഷനിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേഡിയം, സെറമോണിയൽ ഏരിയ ഒക്കെ. ഒരു ലാർജ് ഒരു വടക്ക് ഭാഗം, ഈ നഗരത്തിൻ്റെ വടക്ക് ഭാഗം ഫുള്ള് ഒരു നേരെ ഒരു ഗ്രൗണ്ടായിട്ടും ആയിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒത്തുകൂടാനൊക്കെയുള്ള ഒരു ഏരിയ ആയിട്ട്. ചുറ്റും ഒരു മലനിരകളുടെ ഒരു ക്ലോഷർ, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഇത് തന്നെ കാണാം. ഇത് കണ്ടില്ലേ, ഫോസിലാണിത്. समुद्र के अंदर समुद्र के जो छोटे छोटे छिपकले होते हैं, बड़े बड़े को देख के मिट्टी में छिप जाते हैं। बाद में इसको ऑक्सीजन आना बंद हो जाता है, मर जाते हैं मिट्टी में से स्टोन कन्वर्ट हो। ये गोल गोल है सो वही है दिख रहा है, छिपकले जीवाश्म होते छोटे छोटे। ये सब वही है कि सिर्फ यही है? ये है, दूसरा नहीं, यही कहेगा। तो पानी डाल के वहाँ पे है ना, वहाँ पे वुड फॉसिल है, वो वहाँ पेड़ का है। ये स्टोन, ये सीक सेल का है, वो पेड़ है जो करोड़ों साल पहले बारिश के जो बाढ़ आया होगा, वो वहाँ से पेड़ के टहनी खींच के आ गया, जमीन में दब गया, ऑक्सीजन बंद हो गया, कंकड़ मिट्टी ഇപ്പോൾ നമ്മൾ കണ്ടത് ഫോസിലാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോസിലാണ്. सेडिमेंट സെഡിമെൻ്റ് ഇരുന്ന് കക്കകളുടെയും ഒക്കെ. അന്നത്തെ കാലത്ത് ഇവിടെ എല്ലാം കടലായിരുന്നു. ആ സമയത്ത് ഉണ്ടായ ഫോസിലാണിത്. ഉണ്ടല്ലേ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫുള്ള് കടലായിരുന്നല്ലോ. അന്നുണ്ടായ ഫോസിലായത്. കടൽ ജീവികളുടെ ഇത് കണ്ടോ, സീ ഷെൽസിൻ്റെ ഒക്കെ ഫോസിലുകളായത്. ഇത് ഈ റോക്ക് മൊത്തം അതാ കണ്ടോ, വെള്ളം ഒഴിച്ചത് അത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടേ. ഏകദേശം 135 മില്യൺ ഇയേഴ്സാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, മഴവെള്ളത്തെ ശേഖരിച്ച് ഒരാളിൻ്റെ ഹൈറ്റിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, മഴവെള്ളം സ്വീകരിച്ച് ഡയറക്റ്റ് വീടിനുള്ളിലേക്ക്
നമുക്ക് എത്തിച്ച് ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഇത് ആക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതെല്ലാം ഓരോ വീടുകളുടെ അകത്തളങ്ങളായിട്ടാണ് കാണുന്നത്. ധാന്യങ്ങളൊക്കെ പൊടിച്ചിരുന്ന ഒരു കല്ലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടില്ലേ? ഇതെല്ലാം ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇത് മെയിൻ സിറ്റിയുടെ ഈസ്റ്റേൺ ഭാഗമാണ്. വെസ്റ്റേൺ സൈഡാണ് നമ്മൾ അവിടെ കണ്ടത്. ഒരു കാലത്ത് ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു ഏരിയയെ എല്ലാവരും അറിയുന്ന രീതിയിൽ ആക്കി നമ്മുടെ ഒരു പൂർവ്വ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന എക്സ്കവേഷൻസിലേക്ക് നയിച്ചത് ഡോക്ടർ ആരത് ദിക്ഷിത് എന്ന ഈ മഹാനുഭാവനാണ്. ഒരു നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ആണ് ഇത് അറിയിക്കുകയും ആർക്കിയോളജി ഇത് ഏറ്റെടുത്ത് എക്സ്കവേഷൻസ് നടത്തുകയും ചെയ്തതും ഒക്കെ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞില്ലേ മൻസാർ നദി, മാനി നദി, അതിൻ്റെ കൈവഴി അത് ട്രിബ്യൂട്ടറീസാണ്. അത് വരുന്ന വഴിയാണിത്. ഇത് കണ്ടില്ലേ? ഇതാണ് ഇങ്ങോട്ട് ഉള്ള മെയിൻ സപ്ലിമെൻ്റ്, വാട്ടർ സപ്ലിമെൻ്റ്. വാട്ടർ സപ്ലൈ ഇതിനെ വഴിതിരിച്ച് ഈ ഭാഗത്തൂടെയാണ് ഇതിൻ്റെ റിസർവോയർ സിസ്റ്റം എല്ലാം, സദേൺ ഗേറ്റിലുള്ള റിസർവോയർ സിസ്റ്റം എല്ലാം. ആ റിസർവോയർ കണ്ടിന്യൂ ചെയ്ത് വെസ്റ്റേൺ സൈഡിലോട്ടും പോകുന്നുണ്ട്. പിന്നെ ഈസ്റ്റേൺ സൈഡിലും നല്ലൊരു റിസർവോയർ ഉണ്ട്. നോർത്തേൺ സൈഡിൽ നമ്മൾ റിസർവോയേഴ്സ് ഒന്നും കണ്ടില്ല. പക്ഷേ ഇനി 8 എണ്ണം കൂടെ ഉണ്ട്. 8 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി 8 എണ്ണം കൂടി ഉണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ഇത് ബാക്കിയുള്ളതൊന്നും എക്സ്കവേഷൻ സൈറ്റായിട്ട് ഇവിടെ നമുക്ക് തുറന്ന് കാണിച്ചിട്ടില്ല. കണ്ടില്ലേ? ഇത് മഴക്കാലം ആകുമ്പോൾ ഇവിടെ വെള്ളം ഒഴുകി വരുന്ന ഏരിയയാണിത്. ഇവിടെ ഈ ഹോള് കാണുന്നതിനെല്ലാം ഉത്തരവാദി ഇരിക്കുന്ന ആളാണ്. കണ്ടില്ലേ? അണ്ണാൻ. ഇവിടുത്തെ അണ്ണാനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന് പുറത്ത് 3 വരയില്ല. കണ്ടില്ലേ? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അണ്ണാനായതുകൊണ്ടാവാം ഒരു പക്ഷേ. ഇത് സോറി, എനിക്ക് തെറ്റിയതാണ്. ഇത് അണ്ണാനല്ല, എലിയാണ്. ആവശ്യം പോലെ എലിയുണ്ട്, വെള്ളെലിയാണെങ്കിൽ. ഓക്കെ, സോറി. ഇത് കിഴക്കേ വാതിലിന് മുമ്പിലായിട്ടുള്ള നമ്മുടെ സെൻട്രൽ സിറ്റിയുടെ മുമ്പിലായിട്ടുള്ള ഒരു വലിയ റിസർവോയറാണ്. ഇത് ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് 5 ഒക്കെ ആയപ്പോഴും, ലാസ്റ്റ് അല്ല, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സ്റ്റേജ് 5 ഒക്കെ ആയപ്പോഴേക്കും ഇത് ഡിസ്യൂസ് ചെയ്തു. ഇത് യൂസ്ലെസ് ആയിട്ട് മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് റിച്വലിസ്റ്റിക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇതിനകത്ത് പല സ്ട്രക്ചേഴ്സും റിച്വലായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് കൊത്തുപണികൾ കാണുന്നുണ്ട്. പല സ്ട്രക്ചേഴ്സിൻ്റെയും രൂപം അങ്ങനെയാണ്.
അതുവരെ ഇത് നല്ല രീതിയിൽ ഈ സ്റ്റേജ് 5-ന് തൊട്ട് മുമ്പ് വരെ നല്ല രീതിയിൽ വലിയൊരു റിസർവോയർ ആയിട്ട്, അതായത് സൗത്ത് ഏഷ്യയിൽ ഇത്തരം ടൈപ്പിൽ ഏറ്റവും വലിയ റിസർവോയറാണ് ആയിട്ടാണ് ഇത് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ ഫൈനായിട്ട് സർവ് ചെയ്തിട്ടുള്ള, ഇവിടെ കണ്ടുപിടിക്കുന്നതിൽപ്പെട്ട് വെച്ച് പോലും ഏറ്റവും വലുതും വളരെ ആഴത്തിലുള്ളതും ആയിട്ടുള്ള നല്ലൊരു റിസർവോയറാണിത്. ഇത് കണ്ടില്ലേ, അത് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും എല്ലാ രീതിയിലുള്ള, ഇപ്പം വെള്ളം കുറയുമ്പം താഴ്ഭാഗത്തു നിന്ന് വെള്ളം എടുക്കാനുള്ള പ്രത്യേക സ്റ്റെപ്പുകൾ ഉൾപ്പെടെ ആയിട്ടാണ് ഇത് അന്ന് കെട്ടിയിരിക്കുന്നത്. റെയിൻ വാട്ടർ ഇതുവഴി വന്നിട്ട് ഇത് കണ്ടില്ലേ, ഓരോ വീടുകളുടെ ഭാഗത്തു നിന്നും ഡയറക്റ്റ് കിണർ പോലെ കണ്ടില്ലേ, ഈ റെയിൻ വാട്ടർ നമുക്ക് എടുക്കാൻ പറ്റും. അത് കുറച്ചൊരു സ്ലാൻഡിങ് പൊസിഷനിലാണ്, വെള്ളം ഉള്ളിലോട്ട് വരാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ എക്സസ് ആയിട്ടുള്ള റെയിൻ വാട്ടർ വന്നിട്ട് ഇതിനടിയിൽ കൂടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ഇതിനകത്തോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ ഇതുവഴി വന്ന് ഇതിനകത്ത് ഹോളാണ്, കണ്ടോ, ഒരു ഡ്രെയിനേജ് പാത്വേ ആണ്. ഇതുവഴി വന്ന് നമ്മുടെ റിസർവോയറിൻ്റെ ഭാഗത്തോട്ട് തന്നെ പോവും. വെള്ളം എവിടെയും നഷ്ടപ്പെടുന്നില്ല, മാക്സിമം അത് പ്രിസർവ്ഡായി നഗരത്തിന് ആൾക്കാർക്കും എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത് അവർ പ്രിസർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇതെല്ലാം ഓരോരോ 12 മുറികളുള്ള ഒരു വീടായിട്ടോ അല്ലെങ്കിൽ 12 ഫാമിലീസ് താമസിച്ചിരുന്ന ഒരു ഇതായിട്ടോ കണക്കാക്കാം. അവിടെയും ധാന്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ധാന്യങ്ങൾ പൊടിക്കാനുള്ള കല്ലുരൽ പോലത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം. കണ്ടില്ലേ, തിരികല്ല് പോലെയൊക്കെ നമ്മുടെ ആധുനികമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള തിരികല്ലിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഇതൊക്കെ അവർ ഇത് കണ്ടില്ലേ, ഈ ഭാഗം ഓക്കെ. ഈ ഒരു ഭാഗത്തിന് 10 അടി അല്ലേ, 10 മീറ്റർ താഴ്ചയിൽ ആണ് ഒരു സ്ക്രിപ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. അതിൻ്റെ പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റില്ല. ഇതിനടിയിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. അതൊരു തടിയിലാണ് അത് കിട്ടിയിരിക്കുന്നത്. അത് പിന്നെ ജിപ്സോ ഉപയോഗിച്ച് അവർ അതിൻ്റെ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയെടുത്തതാണ്. പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥം പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഹാരപ്പൻ സിവിലൈസേഷനിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ലൈം സ്റ്റോൺസ് എല്ലാം വളരെ ഫൈനായിട്ടാണ് ഒരു കാർവ് ചെയ്ത് വെച്ചിട്ട്, മീൻസ് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലൊക്കെ അവർക്ക് കാർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ. അതായത് കണ്ടില്ല, വലിയൊരു സ്ലാബായാലും നല്ല രീതിയിൽ പോളിഷ് ചെയ്താണ് പല കല്ലുകളും ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ സ്റ്റെപ്പ് ഉൾപ്പെടെ ആയാലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും അതിൻ്റെ സൈഡ് ഭാഗം അവർ കൂർത്തൊന്നും ഇരിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പോളിഷ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. വടക്കേ ഭാഗത്തെ വാതിലാണ് ഇത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇവിടെ എന്തോ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്തൂപം കാണുന്നുണ്ട്. അത് ഒന്നുകിൽ ഒരു റൂമിനകത്തുള്ള എന്തെങ്കിലും സ്ട്രക്ചറിൻ്റെ ആവാം, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നതിൻ്റെ കണക്ഷനായിട്ടുള്ള എന്തെങ്കിലും സ്ട്രക്ചറിൻ്റെയും ആവാം. ഇത് നമ്മൾ നേരെ നമ്മുടെ സെറിമണിയൽ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന നോർത്തേൺ ഗേറ്റാണിത്. ഇന്റർലോക്കിംഗ് സ്ട്രക്ചറാണ് ഇത് കണ്ടില്ല, ഒരു ഇന്റർലോക്കിംഗ് സ്ട്രക്ചർ.
ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലിപിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. കൂടുതൽ അന്നത്തെ കാലത്തെ ജീവിത രീതിയെക്കുറിച്ചും ഉള്ള അറിവുകളിലേക്ക് നമ്മളെ നയിക്കുന്ന രീതിയിലുള്ള എക്സ്കവേഷൻസ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും ആ ലിപിയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാവും. ഈ വടക്ക് വാതിലിൽ 2 ഡോർസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. അത്യാവശ്യം വലുതും ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിൽ താഴെ ഉറപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള വലിയ ഡോറ്. അത് കല്ലുകൊണ്ടുള്ള ഡോറിൻ്റെ പീസായിരിക്കാം ആ മുകളിൽ കിടക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഇതാണ് മിഡിൽ ടൗൺ ഏരിയ. അപ്പർ ടൗൺ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ സെറിമണിയൽ ഗ്രൗണ്ട് കണ്ടു. അവിടെ നിന്ന് ഉള്ള പാത്വേ നേരെ ഇങ്ങോട്ട് വരുന്നത് മിഡിൽ ടൗണിലോട്ടാണ്. ഇത് കഴിഞ്ഞ് താഴെ ഈസ്റ്റ് ഭാഗത്തോട്ട് എൻട്രൻസിലുണ്ട് നമ്മുടെ ലോവർ ടൗൺ. അവരുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. പിന്നെ ഇവർക്ക് പ്രത്യേകം ബീറ്റ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. ജലസേചനത്തിനുള്ള സൗകര്യമെല്ലാം ഈ ഭാഗങ്ങളിലും സജീവമായിരുന്നു. നമ്മുടെ മിഡിൽ ടൗൺ വെസ്റ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങ് ദൂരെ കാണുന്നതാണ് സെൻട്രൽ ടൗൺ. അതിൻ്റെ മുകളിലത്തെ ഏറ്റവും ഹയസ്റ്റ് പോർഷനിൽ നിൽക്കുന്നതാണ്. മിഡിൽ ടൗണിലെയും വീടുകളുടെ എല്ലാം അടിസ്ഥാനം നോക്കി ഇവിടെ കാണാം. ധാന്യങ്ങൾ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ കാണാം. ലൈം സ്റ്റോൺസ് പോളിഷ് ചെയ്ത് എടുത്തിരിക്കുന്ന ഗേറ്റ് വേസ് കാണാം. ഇത് കണ്ടില്ലേ, പോളിഷ്ഡ് ആയിട്ടുള്ള ലൈം സ്റ്റോൺസാണ് ഇവിടെ വാതിലിൻ്റെ പടികളിൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ മിഡിൽ ടൗൺ ഇങ്ങോട്ട് വന്ന് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രീറ്റിലോട്ടാണ്. അതായത് സിറ്റിയുടെ വെസ്റ്റേൺ സൈഡിൽ ലോവർ ടൗണിൻ്റെ മുകളിലായിട്ട് ഉള്ള ഒരു സ്ട്രീറ്റിലോട്ടാണ്. അവിടെ പലതരം കടകളും ഒക്കെ ഉണ്ടായിരുന്നതായിരിക്കാം. 2 സൈഡിലും വളരെ സജീവമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ആയിരുന്നിരിക്കണം ഇത് ഒരു കാലത്ത്. എപ്പോഴും ആൾക്കാർ വന്ന് ക്രയവിക്രയങ്ങൾ ചെയ്യുകയും സാധനങ്ങൾ വിൽക്കുകയും ധാന്യങ്ങൾ വിൽക്കുകയും, അന്ന് മേ ബി ബാർട്ടർ സിസ്റ്റം ആയിരിക്കാം. എന്നിരുന്നാൽ കൂടെ അവർ കടകൾ അത്യാവശ്യം വീടുകളെക്കാട്ടി സ്ട്രോങ് ആയിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അതിൻ്റെ ബേസ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, അതിൻ്റെ പടികൾ നോക്കിയാൽ പോലും ആ വീതി കാരണം സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വലിയ സാധനങ്ങൾ കൊണ്ടുപോകാനനുസരിച്ച് വലിയ പടികളും എൻട്രൻസും ഒക്കെയാണ് ഇതിനുള്ളത്. ഇതുണ്ടല്ലേ, ഈ സ്ട്രീറ്റ് നേരെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് കുറച്ചൊരു സ്ലോപ്പായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഒരു കടയുടെ പടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗമാണ് അല്ലേ. ലൈം സ്റ്റോൺ വെച്ചിട്ട് അത് വളരെ സ്മൂത്ത് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തോട്ടെല്ലാം അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉൾഭാഗത്തോട്ട് അതൊക്കെ വനം മേഖല പോലെ ആയിരിക്കുന്നു. ഇനി എക്സ്കവേഷൻസ് ബാക്കി കിടക്കുകയാണ് അകത്തോട്ടുള്ളത്. വരും കാലങ്ങളിൽ നമുക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന വസ്തുതകളിലേക്ക് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾക്ക് ചെല്ലാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് കറക്റ്റ് പറഞ്ഞാൽ സ്ട്രീറ്റ് ലോവർ ടൗണിൽ നിന്നുള്ളവർക്കും മുകളിലത്തെ സെൻട്രൽ ഏരിയ സിറ്റാഡലിൽ നിന്ന് വരുന്നവർക്കും അഭികാമ്യമായിട്ടുള്ള ഒരു ഏരിയ മിഡിൽ ടൗണിനോട് ചേർന്ന് ആയിട്ടാണ് ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെയും
വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റവും ധാന്യങ്ങൾ പൊടിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ സജീവം ആയിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇവരുടെ ഫൈനൈറ്റ് പോളിഷിങ്ങിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു കല്ല് അവർ കൊത്തി നമ്മുടെ ഉരലിൻ്റെ ഇത് കണ്ടില്ലേ, ഈ ഷേപ്പിൽ ഷേപ്പാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതൊരു വീടിൻ്റെ ഈ അകഭാഗമാണ്, മിഡിൽ ടൗൺ ഏരിയയുടെ. ഇത് പാചകത്തിൻ്റെ ഏരിയ ആയിരിക്കാം ഈ ഒരു ഭാഗം. ഇത് വേറൊരു വീട്ടിൽ ഉള്ള ഒരു പോളിഷ്ഡ് ഏരിയയാണ്. ഇത് കണ്ടില്ലേ, ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ വഴിയൊന്നുമില്ല. പാചകത്തിന് വേണ്ടി ഉപയോഗിച്ചതാവാം, അല്ലെങ്കിൽ ഒരു അടുപ്പ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്ടൻസിൽസ് വയ്ക്കാനായിട്ട് ഉപയോഗിച്ചതാവാം. നമ്മളങ്ങനെ സിറ്റാഡലിൻ്റെ നോർത്തേൺ സൈഡിലുള്ള മിഡിൽ ടൗൺ ഏരിയ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈസ്റ്റേൺ സൈഡിലോട്ട് പോകുന്ന വഴിയാണ് ഇനിയുള്ളത്. മിഡിൽ ടൗണിൻ്റെ ഈസ്റ്റേൺ കണക്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് മിഡിൽ ടൗണിൻ്റെ എൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം. ഇതൊക്കെ മിഡിൽ ടൗണിലുള്ള അത്യാവശ്യം വലിയ വീടുകളുടെ ഒരു ഭാഗമായിരിക്കണം. ഇതിൻ്റെ വിസ്താരം കണ്ടിട്ട് മിഡിൽ ടൗൺ അത്യാവശ്യം എക്സ്റ്റെൻഡഡ് ആണ്. താഴ്ഭാഗത്തോട്ടും ഈസ്റ്റേൺ സൈഡിലോട്ടും വെസ്റ്റേൺ സൈഡിലോട്ടും നോർത്തേൺ സൈഡിലോട്ടും അതിൻ്റെ ഈസ്റ്റേൺ കണക്ഷനാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഓട് പിന്നെ ഫൈനായിട്ടുള്ള പോളിഷിങ് രീതികൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിൻ്റെ മെയിൻ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ബാലൻസ് ഇവിടെ കിടക്കുന്നത്. ഇത് മിഡിൽ ടൗണിൻ്റെ വീട് വർക്ക്ഷോപ്പ് ഏരിയ ആണിത്. മുത്തുകളും മണികളും പിന്നെ പോളിഷ് ചെയ്യാനുള്ള ഏരിയാസൊക്കെയുള്ള ഈസ്റ്റ് ഗേറ്റ് ഓഫ് മിഡിൽ ടൗൺ ാണിത് കാണുന്നത്. സ്റ്റേജ് 5 ആയിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഹാരപ്പൻ കൾച്ചറിൻ്റെ ടെർമിനൽ സ്റ്റേജാണത്. ഇത് ഈസ്റ്റ് ഗേറ്റാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ മിഡിൽ ടൗണിൻ്റെ ഈസ്റ്റ് ഗേറ്റ് തുറക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ പടിയാണിത്. അവിടെയും ഇൻ്റർലോക്കിംഗ് സിസ്റ്റം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. കതക് ഇവിടെ വിസിബിൾ അല്ല, കിട്ടിയിട്ടില്ല. കതകിൻ്റെ ഭാഗങ്ങൾ എന്ന് കരുതപ്പെടുന്ന കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ എൻട്രൻസ് ആണ് ഈസ്റ്റേൺ എൻട്രൻസ് ഓഫ് മിഡിൽ ടൗൺ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലോവർ ടൗണിലോട്ട് വന്നു. കണ്ടില്ലേ, ഇതെല്ലാം ലോവർ ടൗണിലുള്ള വീടുകളും സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. ലോവർ ടൗണും അത്ര ചെറുതെന്ന് പറയാനില്ല, എക്സ്റ്റെൻഡഡ് ആണ്. നല്ല രീതിയിൽ കിഴക്കൻ ഭാഗത്തോട്ട്, മിഡിൽ ടൗണിൻ്റെ കിഴക്കൻ ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ്. വാളിനകത്ത്, സിറ്റിയുടെ വാളിനകത്ത് തന്നെയാണ് ഈ ലോവർ ടൗണും നിലനിൽക്കുന്നത്. 2-3 ഭാഗങ്ങളും ഈസ്റ്റേൺ ഹാഫ് ൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ട്, ഈസ്റ്റേൺ ഹാഫിൻ്റെ 2-3 ഭാഗങ്ങളും ഈ ലോവർ ടൗൺ ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ ലിബി. 10 എണ്ണം ഉണ്ട് തടിയിൽ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ജിപ്സം മോഡൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ബാക്കി ഭാഗം അത് കിട്ടിയ ഭാഗത്ത് തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ലോവർ ടൗൺ ജസ്റ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട്
ആ ഇരിക്കുകയാണ്, കണ്ടില്ലേ? ഈ സ്ട്രക്ചേഴ്സൊക്കെ തന്നെയാണ് അങ്ങോട്ടുള്ളത്, ലോട്ടുണ്ട്. അനേകം ജനറേഷൻസ് ഒരു കാലത്ത് അന്നത്തെ കാലത്തിൽ വെച്ച് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി മുന്നോട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സുഖകരമായിട്ടുള്ള ജീവിതശൈലിക്ക് ഉതകുന്ന പ്രകൃതിയെ അങ്ങേയറ്റം യൂസ് ചെയ്തുകൊണ്ട് ജലത്തെ ആയാലും ഒക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് ജനങ്ങളെ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിച്ച് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഭരണ മാതൃകയിലേക്ക് കടന്ന ജനങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവരുടെ ശേഷിപ്പുകളാണ് ഇന്ന് നീണ്ട 5000-ഓളം വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രീ ഹിസ്റ്റോറിക് ഏറയിലുള്ള ഫോസിലുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, കല്ലിലും തടിയിലും ആയിട്ടുള്ളത്. ഏകദേശം ഈ സിറ്റിയിൽ മാത്രം 1500 ഗോത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പല രീതിയിൽ താമസിക്കുന്നവർ. എന്നിരുന്നാൽ പോലും അവരെല്ലാം ഏകോപിപ്പിക്കുന്ന എന്തോ ഒരു ഘടകം ഈ ഒരു സിറ്റിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെറമോണിയൽ ഗ്രൗണ്ട്. നമ്മൾ നടന്ന് തിരിച്ച് അവിടെ തന്നെ എത്തി, കണ്ടില്ലേ? ഈ സെറമോണിയൽ ഗ്രൗണ്ടിൻ്റെ കിഴക്കേ ദ്വാരമാണ്, കിഴക്കേ പ്രവേശന കവാടമാണിത് കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രി പോയിൻ്റാണിത്. കറക്റ്റ് നമ്മുടെ ഈ ഒരു സിറ്റിയുടെ സെൻറ്റർ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഏരിയ. ഇവിടുന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ നീണ്ടു കിടക്കുന്ന ഗേറ്റ് സെൻട്രൽ സിറ്റിയുടെ വടക്ക് ഭാഗത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രൗണ്ടിലായിരുന്നു ഈ മിഡിൽ ടൗണിലുള്ളവരും സെൻട്രൽ ടൗണിലുള്ളവരും ലോവർ ടൗണിലുള്ളവരും എല്ലാവരും ഒത്തുകൂടിയിരുന്നതും അവരുടെ കലകളെ പരിപോഷിപ്പിച്ചിരുന്നതും പിന്നെ അവരുടെ ഒത്തുചേരലിന് വേദിയായിരുന്നതും എല്ലാം ഇവിടെ ആയിരുന്നു. വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റവും ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ആ സെമിത്തേരിയുടെ ശ്മശാനത്തിൻ്റെ ഏകദേശം ഇപ്പുറം മുകളിലായിട്ട്, ശ്മശാനം താഴെയാണ് ഉള്ളത്, അതിന് മുകളിലായിട്ട് ഈ സെറിമോണിയൽ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം, ക്ലിയർലി നല്ലൊരു പ്രോമിനൻസ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഈ സെറിമോണിയൽ ഗ്രൗണ്ട്. സൂര്യൻ ഇവിടെ അസ്തമയ സൂര്യൻ ഇങ്ങനെ സന്ധ്യാസമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു യുഗം അവസാനിക്കുന്നില്ല. ഇനിയും വരും തലമുറ പഴയ അസ്തമിക്കാത്ത നമ്മുടെ മനുഷ്യാംശത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തോന്നിയ രീതിയിൽ നമുക്ക് പറ്റിയ രീതിയിൽ തോന്നുന്ന പോലെ ഒക്കെ സമയം കണ്ടെത്തി നമ്മൾ വന്ന സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇനി പ്രവർത്തിക്കാൻ പോകുന്ന നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഇതിൽ താല്പര്യമുള്ളവരും എല്ലാവർക്കും നല്ല രീതിയിൽ എക്സ്കവേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം ലഭിക്കട്ടെ. അപ്പം ഈ അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ഞങ്ങളുടെ ഈ ഹാരപ്പൻ മോഡേൺ സിറ്റി ഓഫ് ഹാരപ്പ എന്നറിയപ്പെടുന്ന ധോളാവീരയിലെ യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.